ശ്രീകുമാർ, ഇതിപ്പോൾ പഴയകാലത്തെ കാര്യമാണ്. പഴയകാലത്തെ കാര്യം എന്ന രൂപത്തിൽ വരാം. ശ്രീകുമാർ, പഴയകാലത്തെ കാര്യം എന്ന നിലയ്ക്ക് ഒരു പ്രസംഗത്തിൽ ജി സുധാകരൻ അത് പറയുന്നു. പിന്നീട് അത് തന്റെ ഭാവന കലർത്തി പറഞ്ഞാണെന്ന് പറയുന്നു. അത് ഏത് ഘട്ടത്തിലാണ് അദ്ദേഹം അത് മാറ്റി പറയുന്നത് എന്നൊന്നും നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ആദ്യം പറഞ്ഞത് എടുക്കണ്ട, രണ്ടാമത് പറഞ്ഞ് എടുത്താൽ മതി എന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. ജില്ലാ സെക്രട്ടറി പറയുന്ന ആകട്ടെ എവിടെയുണ്ട് തെളിവ്? ഈ പറഞ്ഞതിലപ്പുറം എവിടെ നിന്ന് തെളിവ് കിട്ടാൻ പോകുന്നു? അപ്പോൾ അതൊരു വെല്ലുവിളിയുടെ സ്വഭാവം കൂടിയുണ്ട് എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. എങ്ങനെയാണ് കോൺഗ്രസ് അതിനെ കാണുന്നത്? കോൺഗ്രസിന്റെ അഭിപ്രായം വർഷങ്ങളായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. CPM തെരഞ്ഞെടുപ്പുകളിൽ കള്ളവോട്ട് സമ്പ്രദായത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളത്. ഇവിടെ ജി സുധാകരൻ അദ്ദേഹം ഇപ്പോഴും CPM ഉള്ളൊരു നേതാവാണ്, പാർട്ടി വിട്ടൊരു നേതാവല്ല. അദ്ദേഹം ഒരു വസ്തുത പറഞ്ഞിരിക്കുകയാണ്. ചില നേതാക്കൾ ചില ഘട്ടങ്ങളിൽ ചില യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോൾ അതിന് വലിയ പ്രാധാന്യം കിട്ടും. CPM പ്രമുഖ നേതാക്കളും പാർട്ടി സെക്രട്ടറിയും ഒന്നും എന്തുകൊണ്ടാണ് സുധാകരനെ പാർട്ടിയിൽ നിന്ന് തള്ളി പറയാത്തത്? അതേ ഒരു ബ്രാഞ്ച് കമ്മിറ്റി മെമ്പർ മാത്രമാണല്ലോ ഇപ്പൊ പാർട്ടിയുടെ ഭാഷയിൽ. അങ്ങനെയാണ് സുധാകരനെതിരെ നടപടി എടുക്കേണ്ടതല്ലേ പാർട്ടി മെമ്പർ എന്ന നിലയ്ക്ക്? പക്ഷെ എന്താണ് പറയുന്നത്? ഗോവിന്ദ മാഷ് പറയുന്നത് എന്താണ്? കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ശ്രദ്ധിച്ച് പറയണമെന്നായിരുന്നോ? അതോ പറയാൻ പാടില്ലെന്നായിരുന്നോ? അതോ ഇങ്ങനെയൊന്നും നിങ്ങൾക്ക് പറയേണ്ട ഒരു ഘട്ടം ഇതല്ലെന്നായിരുന്നോ? രണ്ടാമത്തെ കാര്യം അദ്ദേഹം എന്താ പറഞ്ഞത്? ഇത് നാസർ എന്താ പറഞ്ഞത്? കേസെടുത്ത് ശരിയായില്ല. ഇവിടെ ശ്രീ ജയന്തൻ പറഞ്ഞു പോലീസ് എന്താ തിരുത്തം കാണിച്ചത്? ഇത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായ കളക്ടറാണ് കേസെടുക്കുന്നത്. ഇത് ഗവൺമെന്റ് ആയിട്ട് എന്താ ബന്ധമില്ല തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ. അപ്പൊ ഇതില് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 2021 തുടർഭരണം ഉണ്ടല്ലോ. ആ തുടർഭരണം ജനങ്ങൾ ഞങ്ങൾക്കൊപ്പം നിന്നു എന്ന് പറയുമ്പോൾ ഈ സുധാകരൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സംശയങ്ങൾ ജനങ്ങൾക്കിടയിൽ കൂടും. അത് പാർട്ടിക്ക് അത് ദുരീകരിച്ച് ജനങ്ങളുടെ സംശയം തീർക്കാൻ കഴിയില്ല എന്ന് ഇന്ന് പാർട്ടി നേതാക്കളുടെ പ്രസ്താവന വ്യക്തമാക്കുന്നു. ജി സുധാകരൻ എന്ന് പറയുന്നത് കുറെ കാലമായിട്ട് ചില യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുന്ന നേതാവാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഒരു സത്യസന്ധനായ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പൊതുവെ സമൂഹം പറയുന്നത്. കോൺഗ്രസുകാർക്ക് ശ്രീ സുധാകരനോടോ അല്ലെങ്കിൽ സുധാകരന് കോൺഗ്രസിനോടോ വലിയ ബന്ധമൊന്നും ഉണ്ടാകണമെന്നില്ല. പക്ഷെ അദ്ദേഹം ഇന്ന് CPM നേതാവ് തന്നെയാണ് ശ്രീമതി സ്മൃതി. അപ്പൊ CPM നേതാവാണ് പറയുന്നത് 1989 ഇങ്ങനെ സംഭവം നടന്നു എന്ന്. പിന്നീട് അദ്ദേഹം പറഞ്ഞു ഭാവനയാണെന്ന്. ഭാവനയാണെങ്കിൽ 1989 പറയേണ്ട കാര്യമില്ലല്ലോ. KV ദേവദാസ് എന്ന അന്നത്തെ അധ്യാപക നേതാവിന്റെ പേര് പറയേണ്ട കാര്യമില്ലല്ലോ. KV ദേവദാസ് നിസ്സാര അധ്യാപക നേതാവായിരുന്നില്ല. ആലപ്പുഴയിലെ പ്രമുഖ CPM നേതാവ് തന്നെയായിരുന്നു അദ്ദേഹം. VS-ന്റെ ആ കാലത്തെ VS പിണറായി നായനാർ വടക്കിന്റെ കാലത്തൊക്കെ വളരെ കേട്ടുപരിചയമുള്ള ഒരു പേരാണ് KV ദേവദാസിന് അക്കാലത്ത്. അപ്പൊ അതുകൊണ്ട് സുധാകരൻ അക്കാലത്തെ കുറിച്ച് പറയുമ്പോൾ അതെങ്ങനെയാ ഭാവനയാകുന്നത്? ഭാവനയാണെങ്കിൽ കൊല്ലം പറയേണ്ട കാര്യമില്ലല്ലോ, സ്ഥാനാർത്ഥിയുടെ പേര് പറയേണ്ട കാര്യമില്ലല്ലോ, വക്കം പുരുഷോത്തമൻ ജയിച്ച കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ, വോട്ട് ശതമാനം അതുകൊണ്ടാണ് കുറഞ്ഞതെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ഇത് പറഞ്ഞത് NGO യൂണിയന്റെ സമ്മേളനത്തിലല്ലേ. ആ NGO യൂണിയൻ സമ്മേളനത്തിൽ അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും NGO യൂണിയൻ നേതാവ് പറയണ്ടേ സഖാവ് പറഞ്ഞത് ശരിയായില്ല എന്ന് പറയണ്ടേ? അതും പറഞ്ഞില്ലല്ലോ. അപ്പൊ സുധാകരൻ എന്താണ് പാർട്ടിക്ക് ഭയം? എന്താണ് സുധാകരനെ പാർട്ടി ഇന്ന് എത്ര എന്താണ് പറയാ മൃദു സമീപനമാണ് പാർട്ടി കൈക്കൊണ്ടത്? MV ഗോവിന്ദ മാഷ് പറയേണ്ടത് ഇങ്ങനെയായിരുന്നു. സാധാരണ ബ്രാഞ്ച് കമ്മിറ്റി മെമ്പറല്ലേ സുധാകരൻ, അല്ലാണ്ട് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് മെമ്പറൊന്നും അല്ലല്ലോ. ശ്രീ സുധാകരനെതിരെ നടപടി എടുക്കുമോ പാർട്ടി? ഇത് പാർട്ടി പ്രതിസന്ധിയിലായോ എന്നുള്ളതല്ല വിഷയം. ശ്രീ സുധാകരൻ പറഞ്ഞ കാര്യത്തിൽ പാർട്ടി എന്ത് നടപടി എടുക്കുന്നുള്ളതാണ് പ്രശ്നം. പാർട്ടിയുടെ ന്യായീകരണമൊന്നും ജനങ്ങൾക്ക് കേൾക്കേണ്ട കാര്യമില്ല. കാരണം ശ്രീ ഗോവിന്ദ മാഷ് പറയുന്നത് എന്താണ്? നിയമ നടപടി നടക്കട്ടെ എന്നാണ്. നിയമ നടപടി മാഷ് പറഞ്ഞില്ലെങ്കിലും നടക്കും, കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാര്യമാണ്. പക്ഷെ പാർട്ടി ഇക്കാര്യത്തിൽ അന്നത്തെ ഒരു നയമാണോ ഇത്? പാർട്ടിയുടെ നയം എന്ന രീതിയിലല്ലേ ഇത് പുറത്തിപ്പോ നമ്മൾ കാണുന്നത്. ഇതിന്റെ സത്യാവസ്ഥ നമുക്കറിയില്ല. ഇതിലിപ്പോ കേസും കൂട്ടൊക്കെ വരുമ്പോ ഇതിന് തെളിവുണ്ടോന്നൊക്കെ ചോദിക്കും. കാരണം ഇതൊക്കെ എങ്ങനെ തെളിവുണ്ടാക്കി എടുക്കാനാണ് 1989 കാര്യം? അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരിക്കും. സുധാകരൻ ശിക്ഷിക്കപ്പെടണമെന്നോട് ആർക്കും ആഗ്രഹമില്ല. സുധാകരനെ ശിക്ഷിക്കുകയും വേണ്ട, സുധാകരന്റെ വലിയ മറുപടിയും വേണ്ട. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് അവർ മുന്നോട്ട് ശരി. പക്ഷെ ഇത് രാഷ്ട്രീയമായ ചോദ്യമല്ലേ? രാഷ്ട്രീയമായ ചോദ്യമാണ്. പോലീസ് ഇതിൽ തിടുക്കം കാട്ടിയെന്ന ശ്രീ ജയേന്ദ്രന്റെ പ്രതികരണത്തോട് യോജിക്കുന്നുണ്ടോ? എങ്ങനെ അന്വേഷിക്കും എന്നുള്ള ചോദ്യമുണ്ടല്ലോ. അല്ല, ഇങ്ങനൊരു കാര്യം ഒരു നേതാവ് വെളിപ്പെടുത്തുമ്പോൾ അതിന് അടിയന്തരമായിട്ട് പോലീസ് ഇടപെട്ടില്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വം പോലീസിനെ സഹായിക്കില്ല. ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ജില്ലാ കളക്ടർ എന്ന നിലയ്ക്കല്ലല്ലോ, ജില്ലാ കളക്ടർ എന്ന ജില്ലയിലെ വരണാധികാരിയുടെ ഉത്തരവായിട്ടാണത്.
ഭരണാധികാരിക്ക് ചില പ്രത്യേക അധികാരങ്ങളൊക്കെ ഉണ്ട്. അത് വെച്ചിട്ടായിരിക്കാം ഒരുപക്ഷെ പോലീസിനോട് അന്വേഷിക്കാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ ശ്രീമതി സ്മൃതി, ഇതിന്റെ നിയമ നടപടിയും കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. അത് നടക്കട്ടെ, ഒരു വശത്തോട് നടക്കട്ടെ. പക്ഷെ പാർട്ടി നേതാവായ ജി സുധാകരൻ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന ജി സുധാകരൻ, മുൻ മന്ത്രിയായിരുന്ന ജി സുധാകരൻ, ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ജി സുധാകരൻ പറയുകയാണ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. 1989 എന്ന കാലഘട്ടവും പറയുന്നു, സ്ഥാനാർത്ഥികളുടെ പേരും പറയുന്നു. പക്ഷെ ഇന്ന് പാർട്ടി അദ്ദേഹത്തിന് അങ്ങനെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് സുധാകരനെതിരെ നടപടിയെടുത്ത് പുറത്താക്കണ്ടേ? പാർട്ടി ഇങ്ങനെ ആക്കിയെങ്കിൽ അപ്പൊ നാസർ എന്താ പറഞ്ഞത്? സുധാകരനെ ഭയമായി ഇവർക്ക്. എന്താണ് സുധാകരനെ ഭയക്കുന്നത്? രാഷ്ട്രീയ കൗതുകം അതാണ്. സുധാകരനെ എന്തിന് പാർട്ടി ഭയക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഭയക്കുന്ന ഒരു പാർട്ടി ആണല്ലോ ഇങ്ങനെ പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയാണോ പാർട്ടിയുടെ നിലപാട്? ഇങ്ങനെയാണോ? ഈ കാര്യങ്ങളിലൊക്കെ പാർട്ടി അടിയന്തരമായിട്ട് സെക്രട്ടേറിയറ്റിൽ നിന്ന് ചേർന്നോ അല്ലെങ്കിൽ അവൈലബിൾ സെക്രട്ടേറിയറ്റിൽ ചേർന്നോ നമുക്കറിയില്ല. പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി കേരളീയനാണ്, മുഖ്യമന്ത്രി ഇപ്പൊ CPM ആണ്. ആ കാലഘട്ടത്തിലെ നായനാർ പിണറായി VS അച്യുതാനന്ദനായിരുന്നു തോന്നുന്നു അന്ന് പാർട്ടി സെക്രട്ടറി. ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തില് അന്ന് പാർട്ടിയുടെ നേതാവായിരുന്ന പ്രമുഖനാണ് സുധാകരൻ. അദ്ദേഹം പറഞ്ഞതിൽ ഞാൻ എന്റെ നിയമവശം വിടുകയാണ്. കാരണം തെളിവ് ശേഖരിക്കാൻ പറ്റുമോ, അദ്ദേഹത്തെ 3 വർഷം ശിക്ഷിക്കാൻ പറ്റുമോ, ഇതൊന്നും നമ്മുടെ മുമ്പിൽ വിഷയമല്ല. നമ്മുടെ മുമ്പിൽ വിഷയം എന്താണ്? ഒരു പാർട്ടി നയം, 80കളിലെ പാർട്ടി നയം. അതാണോ സുധാകരൻ പറഞ്ഞത്? അതാണോ? പക്ഷേ ആദ്യം പറഞ്ഞത് എടുക്കേണ്ട, രണ്ടാമത് പറഞ്ഞത് എടുത്താൽ മതി എന്നാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.